നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. നാദ് കൺവെൻഷൻ സെന്ററിൽ മണ്ഡപൊരിക്ക വലിയ ഹാളിനടുത്തുള്ള റൂമിലാണ് കാവ്യയെ നീലാംബരിയും ലൂക്കയും ചേർന്ന് ഒരുക്കുന്നത്. കുടുംബത്തിലെ ബാക്കിയുള്ളവരും നമ്മുടെ കിരൺ കല്യാണച്ചക്കനും എല്ലാം മാൻഷനിൽ നിന്ന് തന്നെയാണ് റെഡിയായി വരുന്നത്. ഫോട്ടോഗ്രാഫർമാരായി പ്രേമും ടീമും അല്ലാതെ പത്രക്കാരെയോ മറ്റു ഓൺലൈൻ മീഡിയകളെയോ അകത്തേക്ക് കടത്തിവിട്ടിരുന്നില്ല. 10-200ഓളം VVIP ഗസ്റ്റുകൾ, മേനോൻസിന്റെ സ്ഥാപനത്തിൽ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ, ക്ലോസ് റിലേറ്റീവ് ആൻഡ് ഫാമിലി ഫ്രണ്ട്സ്, അങ്ങനെ ഓരോരുത്തർക്കും വേണ്ട ഇരിപ്പിടങ്ങൾ ഹാളിൽ സജ്ജമാക്കിയിരുന്നു. ഇവരല്ലാതെ ക്ഷണിക്കപ്പെടാത്ത ആരെയും അകത്തേക്ക് കടത്തിവിടാൻ പാടില്ലെന്ന് ഗാർഡ്സിന് കർശന നിർദ്ദേശം കൊടുത്തിരുന്നു മേനോൻ ഫാമിലി. നാദ പാരിസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പരിഗണനയിൽ വിക്രമനൊപ്പം എത്തിയതാണ് കീർത്തനയും അമലയും. കീർത്തനയ്ക്കൊപ്പം വന്ന ഡാലിയെ സെക്യൂരിറ്റി ഗാർഡ്സ് ആദ്യം അകത്തേക്ക് പ്രവേശിച്ചിരുന്നില്ല. ഡാലിയക്ക് ഹാളിലേക്ക് കടക്കാൻ അവസാനം ശിവനാഥ് മേനോന്റെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങേണ്ടി വന്നു. അപ്പോഴും ഇവരും അറിഞ്ഞിരുന്നില്ല കാവ്യയുടെയും നീലാംബരിയുടെയും കൊളീഗ് എന്നുള്ള പരിഗണനയിലാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നുള്ളത്. ആ കാവ്യയും നീലാംബരിയും കാണുന്നില്ലല്ലോ. അല്ല, കിരൺ സാറിന്റെ വാൽ തൂങ്ങി നടന്നല്ലേ രണ്ടും? അമല പറയുമ്പോൾ കീർത്തന അവളെ ഒന്ന് പുച്ഛിച്ചു. കൊള്ളാം, വാലിൽ തൂങ്ങി നടന്നവരെ തലയിൽ കയറ്റി വെക്കാൻ പറ്റുമോ? കിരൺ സാറിന്റെയും ജാൻ സാറിന്റെയും വിവാഹം കഴിയുമ്പോൾ ഈ വാലുകളൊക്കെ പത്തി മടക്കും. അത് പറയുമ്പോഴും ജാന്റെ മുഖം ആലോചിച്ച് കീർത്തന വല്ലാതെയായി. ഒത്തിരി മോഹിച്ചതാണ്. പിടിച്ചു പറിച്ച് സ്വന്തമാക്കാൻ പറ്റാത്ത ഇനമായി പോയി ജാൻ. ഒരു പെണ്ണിനും പിടികൊടുക്കാത്തവൻ. അമല വീണ്ടും ഓരോന്ന് പറയുകയാണ്. അല്ലെങ്കിലും ജാൻ സാർ ഇവൾമാരെ പണ്ടേ അടുപ്പിക്കാറില്ല. ഇടയ്ക്കൊരു പരിഗണനയൊക്കെ കൊടുത്തിരുന്നല്ലാതെ ജാൻ സാർ കിരൺ സാറിനെ പോലെ ആരോടും അത്ര അടുക്കാൻ പോവാറില്ല. പ്രത്യേകിച്ച് ലോക്കൽ പെണ്ണുങ്ങളോട് സാറിന് അത്ര താല്പര്യമില്ല. ആ അവണി മേടത്തെ ആവല്ലേ ജാൻ സാർ വിവാഹം കഴിക്കാൻ പോകുന്നത്? ഒട്ടും ചേരില്ല. നിന്റെ അങ്കിളല്ലേ നാഥ് ബംഗ്ലോയിലെ മാനേജർ, പുള്ളി വല്ലതും പറഞ്ഞോ? ഏയ്, അങ്കിളിപ്പോൾ എന്നോടൊന്നും പറയാറില്ല. ഞാൻ ഓഫീസിൽ പാട്ടാകുന്ന അങ്കിൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ മാരേജ് അതീവ രഹസ്യമായിരുന്നു പോലും. പെട്ടെന്ന് തീരുമാനിച്ചാത്രേ. റിലേറ്റീവ് പെൺകുട്ടികൾ വല്ലതും ആവും. അപ്പോഴും ഡാലിയൊന്നും മിണ്ടിയില്ല. രണ്ടുപേരുടെയും സംസാരം ശ്രദ്ധിച്ച വിക്രം മാത്രം ഒരു ചെറു ചിരിയോടെ ഇരുന്നു. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്ന എന്തിനായെന്ന പോലെ. സ്യൂട്ട് റൂം പോലത്തെ AC റൂമായിരുന്നു അത്. ആദ്യം കാണുന്ന വിശാലമായ മുറിയാണ് പുറത്തേക്ക് തുറക്കുന്നത്. അതിനോട് ചേർന്ന് മറ്റൊരു മുറി കൂടിയുണ്ട്. അവിടെയാണ് കാവ്യയെ ഒരുക്കുന്നത്. പുറത്തെ മുറിയിൽ വന്ന് ബാഗിൽ നിന്ന് തനിക്ക് ധരിക്കാനുള്ള സാരി കയ്യിലെടുക്കുമ്പോൾ പെട്ടെന്ന് ഡോറിൽ മുട്ടിയിട്ടിട്ടാണ് നിലവാതിൽ തുറന്ന്. മുന്നിൽ നിൽക്കുന്ന പുരുഷനെ കണ്ട് അവൾ മനസ്സിലാവാത്ത പോലെ നോക്കി. നീലാംബരിയെ വെറുതെ ഒന്ന് കണ്ടിരിക്കാവുന്ന പോലെ വന്നതാണ് ആദിത്യൻ. അമ്മയും അവനെയും മാറി മാറി വർണ്ണിക്കുന്നുണ്ടായിരുന്നു. നീലാംബരി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവളെ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ തനിക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ, പെണ്ണിനെ അറിയണം, അനുഭവിക്കണം. അതിപ്പോ ആരായാലും തനിക്ക് കുഴപ്പമില്ല. മുന്നിൽ നിൽക്കുന്ന അപ്സരസിനെ ആദിത്യനൊരു തളർച്ചയോടെയാണ് നോക്കിയത്. അവളെ കണ്ട നിമിഷം നെഞ്ചിലുടലെടുത്ത മിന്നൽ ശരീരത്തെ തളർത്തിയതും ഒരു ചിരിയോടെ തന്നെ നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് ആദിത്യൻ ഡോറിലേക്ക് ഇടിച്ചു നിന്നു. വാവ്! നീലാംബരി അവനെ കൂർപ്പിച്ചോ നോക്കി. താൻ തന്നെയാണോ നീലാംബരി? ആരാ? അത് വന്നോട്ടെ. പറ്റില്ല കാവ്യ, അവള് റെഡിയായിക്കൊണ്ട് നിൽക്കുക. ഓ, നീ ആരാടി എന്റെ മോനെ തടയാൻ? അതും പറഞ്ഞ മാധവി അകത്തേക്ക് തള്ളിക്കയറി. ഒപ്പം ആവണി. ആ നിമിഷം നീലാംബരി പുറകിലേക്കൊന്ന് വേച്ചു പോയി. നീലാംബരിക്ക് അപ്പോഴാണ് ആദിത്യനെ മനസ്സിലായത്. ആവണിക്ക് ഒരു ചേട്ടൻ കൂടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ കാണുന്നത് ഇപ്പോഴാണ്. ആവണി ആണായാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ രൂപമാണ് ആദിത്യൻ. ഞങ്ങൾ ഇതിനകത്ത് ഇരിക്കും. മോനെ ആദി, അകത്തേക്ക് അരിവാടാ. അപ്പോഴും കണ്ണുകൊണ്ട് നീലാംബരി ഒഴിഞ്ഞുകൊണ്ട് ആദിത്യൻ വാതിൽക്കൽ തന്നെ നിലയുറപ്പിച്ചു. ആരിവിടെ ബഹളം വയ്ക്കുന്നേ? നില, ഹു ആർ ദീസ് പീപ്പിൾ? അവിടേക്ക് വന്ന് എല്ലാവരെയും നോക്കിക്കൊണ്ട് ലൂക്ക ചോദിക്കുമ്പോഴേക്കും മാധവി ആവണി റൂമിലുള്ള കട്ടിലേക്ക് ഇരുന്ന് കഴിഞ്ഞിരുന്നു. ലൂക്കക്ക് ആവണി അറിയാനിട്ടൊന്നല്ല, ഇഷ്ടമല്ല, അത്ര തന്നെ. പക്ഷെ ആദിത്യനകത്തേക്ക് കിടക്കാൻ നേരം ലൂക്ക അവനെ തടഞ്ഞു. നോ, യു കാൺ ഗെറ്റ് ഇൻ. ഇവിടെ സ്ത്രീകൾ ഡ്രസ് ചെയ്യുന്ന സ്ഥലമാണ്. ഔട്ട്. ഓ, അപ്പൊ നീ ആരാടാ? ആണല്ലേ? നീ മറ്റേതാണല്ലോ. അതോ ഈ നിൽക്കുന്ന നീലാംബരിയുടെ മറ്റവനാണോ നീ? ഇവൾക്ക് ഡ്രസ്സ് മാറാൻ നീയാണ് സഹായിക്കുന്നത്. മാധവിയുടെ സംസാരം കേട്ട് ആവണിക്ക് ചിരി വന്നു. ലൂക്ക അപമാനിതനായി നിൽക്കുന്നതാണ് ആവണിക്ക് രസം പിടിച്ചു. മുംബൈയിലായിരിക്കുമ്പോൾ മോഡലാവണമെന്ന സ്വപ്നവുമായി ലൂക്കയുടെ പുറകെ അവസരം ചോദിച്ചു നടന്ന രംഗം ആവണിക്ക് ഓർമ്മ വന്നു. നീലാംബരി നോക്കിയൊരു ചിരിയോടെ ആദിത്യൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയതും നില ശക്തിയിൽ വാതിലടച്ച് കുറ്റിയിട്ടു. ലൂക്കയുടെ മുഖം കാണെ നീലാംബരിക്ക് പറഞ്ഞു വന്നു. അവൾ അങ്ങനെയാണ്. തന്റെ നേർക്ക് വരുന്ന എന്തോ അവൾ സഹിക്കും. പക്ഷേ തന്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണു നിറയുന്നത് അവൾക്ക് പറ്റില്ല. നിങ്ങളുടെ നാവിന് ലൈസൻസ് ഇല്ലാന്ന് ഇത് വായിത്തൊന്നും പറയത്. നിങ്ങളെപ്പോലെ ആരുടെ ജീവിതം വലിച്ചു കീറാന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ല ഈ നിൽക്കുന്ന ലൂക്ക. അറിയില്ലെങ്കിൽ സ്വന്തം മകളോട് ചോദിച്ചു നോക്ക്. മാധവി എന്ന സ്ത്രീക്ക് ലൂക്കസ് എബ്രാമിന്റെ മുന്നിൽ വന്നിന്ന് മുഖത്തോക്കി സംസാരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. വെറുതെ ഇരുന്ന് തിന്നിട്ട് അത് എല്ലിനടി കയറുമ്പോ നാവ് ധരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഇരിക്കുന്ന നിങ്ങളുടെ മോളോട് മതി. എടി നീ! വിശ്വസിക്കാനാവാതെ നീലാംബരിയെ നോക്കി നിന്നുപോയി ആവണിയും മാധവിയും. പെട്ടെന്ന് ലൂക്ക നിലയെ പിടിച്ചു വലിച്ചുകൊണ്ട് അയാളോട് ചേർത്തു. നില, എനിക്ക് വേണ്ടി അത് നല്ലൊരു ദിവസമായിട്ട്. വൈ ആർ യു വേസ്റ്റിംഗ് യുവർ എനർജി? കാം ഡിയർ. ലൂക്ക നിലയെ വലിച്ച് കാവിരിക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആവണിയും മാധവിയും പരസ്പരം നോക്കി പല്ലടിച്ചു.
പിന്നീട് ആവണിയുടെ നോട്ടം നീണ്ടത് ബെഡിൽ മടക്കി വെച്ചിരിക്കുന്ന നീലാംബരിയുടെ സാരിയിലേക്കാണ്. റൂമിലെ ഗ്ലാസ് വിൻഡോ കർട്ടൻ മാറ്റി ആവണി തുറന്ന നിമിഷം മുന്നിലൊരു തടാകം കണക്കെ ഗൂഢമായ ഒരു ചിരി മിന്നിമറഞ്ഞു ആവണിയിൽ. നീലാംബരി, നീ ഒരുങ്ങിച്ചമയെന്ന് എനിക്കൊന്ന് കാണണം. തന്റെ മുന്നിൽ നിൽക്കുന്ന കാവ്യെ കാണെ നീലാംബരിയുടെ മനസ്സ് നിറഞ്ഞു. ഗോൾഡൻ ഹാൻഡ്ലൂം സിൽക്ക് സാരിക്കൊത്ത് സ്വർണം കൊണ്ട് നെയ്തെടുത്ത പോലെ മനോഹരമായ ബ്ലൗസ്. കാവ്യയുടെ ഔട്ട്ഫിറ്റ് കണ്ട് മതിമറന്നു പോയി അവൾ. കഴുത്തിൽ പറ്റിച്ചേർന്ന് നിറഞ്ഞിടക്കുന്ന ഹെവി ആന്റി ഗോൾഡ് നെക്ലേസ്, തൊട്ടു താഴെ അതേ തരത്തിലുള്ള 2 ഹെവി ലോങ് ചെയിനുകൾ. നീലാംബരിയുടെ കണ്ണുകൾ കാവ്യയുടെ കാതിലും കഴുത്തിലും അരയിലും കയ്യിലുമൊക്കെയായി ഓടി നടന്നു. അവളുടെ കണ്ണുകളിലെ നീർത്തിളക്കം കാവ്യയിലും കൂടി പടർന്ന നിമിഷം ലൂക്ക് ഒച്ചയെടുത്തു. സ്റ്റോപ്പ് ഇറ്റ് ഗൈസ്, ഇനി ഇവിടെ കിടന്ന് കരഞ്ഞു പിഴിഞ്ഞ് മേക്കപ്പ് എങ്ങനെ കൊള്ളാക്കിയ കൊല്ലും ഞാൻ രണ്ടിനെയും. ലൂക്ക് തന്നെ ഏർപ്പാടാക്കിയ 3 പ്രൊഫഷണൽ ഫാഷൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു കാവ്യയെ ഒരുക്കി ചമച്ചത്. അങ്ങനെ വേണം പറയാൻ, കാരണം അവൾ അത്രമേൽ സുന്ദരിയായിരുന്നു. കാവ്യയെ ഒന്ന് കെട്ടിപ്പിടിക്കാനായി മുന്നോട്ട് വന്ന നിലയെ ലൂക്ക് അല്പം ദേഷ്യത്തോടെ തന്നെ പുറകിലേക്ക് തള്ളി. കെട്ടിപ്പിടിച്ച് കൊളാക്കാതെ എന്റെ കൂടെ വാ, നിനക്ക് റെഡിയാവണ്ടേ? നീലാംബരിയുടെ മുഖം കൂർത്തു. കാവ്യ അവൾ അലിവോടെ നോക്കി. മുഹൂർത്തം അടുക്കാറായപ്പോഴേക്കും അതിഥികളെല്ലാവരും എത്തിച്ചേർന്നിരുന്നു. ഡോക്ടർ മഹേശ്വരൻ നമ്പൂതിരിയായിരുന്നു മണ്ഡപത്തിലെ മറ്റു ചടങ്ങുകൾക്കൊക്കെ നിർവഹിച്ചത്. അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ശിവനാഥ് മേനോനും ശ്രീനിവാസിനും ഓടി നടന്നു. ജയചന്ദ്രനും കനകവും ഓരോ അതിഥികളെയും സ്വാഗതം ചെയ്യുന്ന തിരക്കിലായിരുന്നു. മണ്ഡപത്തിന്റെ ഒരു വശത്തായി ഇറങ്ങി നിന്ന് ശ്രീ എല്ലാവരെയും നോക്കി. ആ തിരക്കിനിടയിലും ശ്രീയുടെ കണ്ണുകൾ തിരഞ്ഞത് കാലകേയനെ. തിരക്കിനിടയിൽ എപ്പോഴും ഹാളിൽ കയറിക്കൂടിയ കാലകേയനും അയാളുടെ 5 അനുയായികളും ഏറ്റവും പുറകിലായി ഓരോരം ചേർന്ന് സ്ഥാനം പിടിക്കുമ്പോൾ ശ്രീ പാർവതിക്ക് അയാളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒരാശ്വാസത്തോടെ ശ്രീ നെഞ്ചിൽ കൈവച്ച നിമിഷം അവരുടെ ഫോൺ ശബ്ദിച്ചു തുടങ്ങി. ഇന്നലെ വന്ന അതേ നമ്പറിൽ നിന്നും വീണ്ടും ഒരു കോൾ കൂടി വന്ന നിമിഷം ശ്രീ തറഞ്ഞു നിന്നുപോയി. വിറയാർന്ന കയ്യാലെ ഫോൺ ചെവിയോട് ചേർക്കുമ്പോൾ മറുതലക്കിലൊരു മുരൾച്ചയോടെയുള്ള ചിരിയായിരുന്നു. എന്ത് ഭംഗിയാ ഡോക്ടറെ നിങ്ങളെ കാണാൻ. എന്നെ കാണാൻ തിടുക്കമായോ? അതാണോ ഇങ്ങനെ നോക്കുന്നേ? വിഷമിക്കണ്ട, ഉടനെ ഞാൻ വരുന്നുണ്ട്. നീലാംബരി, അവളെ തയ്യാറാക്കി നിർത്തിക്കോളൂ. എത്ര പെട്ടെന്ന് അവളെ എനിക്ക് തരുന്നോ അത്രയും വേഗം ഞാൻ അവിടുന്ന് പോയേക്കാം. ഇല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് നിന്റെ മകനെയും അവന്റെ ഭാര്യയും തെക്കോട്ടെടുത്തിട്ടാ ഞാൻ ഇവിടുന്ന് പോവും. ശ്രീ പാർവതിക്ക് വേണമെങ്കിൽ പോലീസിനെ വിളിക്കാൻ കേട്ടോ. ഒപ്പം ആംബുലൻസ് കൂടി വിളിക്കാൻ മറക്കണ്ട. കതിർ മണ്ഡപത്തിൽ ചോരപ്പുഴ ഒഴുക്കാൻ ഞാൻ എപ്പോഴേ റെഡിയാണ് ശ്രീ പാർവതി. ശ്രീ ഒരു പിടച്ചിലോടെ കോള് കട്ട് ചെയ്ത ശേഷം ചുമരിൽ ചാരിന്ന് കിതച്ചു പോയി. പരവേശം കാരണം അവരാകെ വിയർത്തുപോയി. ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ വേഗം റൂമിലേക്ക് തിരിഞ്ഞു നടന്നു അവർ. ടെൻഷനോടെ നിൽക്കുന്ന കാവ്യയുടെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ചു ശ്രീ പാർവതി. ടെൻഷനുണ്ടോ? പേടിക്കണ്ട കേട്ടോ. ഈ അവസ്ഥയ്ക്ക് ഏതൊരു പെണ്ണിന്റെയും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന സുഖമുള്ള ഓർമ്മകളാണ്. ഒരു പിടപ്പോടെ വേണം ഇതൊക്കെ ആസ്വദിക്കാനും, എങ്കിലല്ലേ ഓർമ്മകൾക്ക് മാറ്റുകൂടൂ. തന്റെ ആവലാതി മറച്ചു പിടിച്ച് ശ്രീ കാവ്യയുടെ മൂർത്താവിൽ പതിയെ ചുണ്ടു ചേർത്തു. ശ്രീയമ്മ, കോൺവെന്റിൽ നിന്ന് ആരും വന്നില്ലേ? കാവ്യ ചോദിച്ചു. വരും, ഇനി അതോർത്ത് ടെൻഷൻ ആവേണ്ട കേട്ടോ. കല്യാണത്തിന് മുമ്പ് ആരെയും കാണുന്ന മോള് വാശി പിടിക്കരുത്. സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടാ. വിവാഹം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കാണാം കേട്ടോ. ശ്രീ പറയുമ്പോഴത്രയും അനുസരണയുള്ള ഒരു മകളെ പോലെ നിന്നുവെങ്കിലും തെളിച്ചമില്ലാത്തൊരു ചിരി അവളിൽ മിന്നി. അവളുടെ ഡയാന മമ്മിയുടെ ഓർമ്മകൾക്ക് മീതെ ഭാരമേകാൻ അമ്മയുടെയും കാർത്തിയുടെയും ഓർമ്മകൾ കൂടി കൂട്ടുവന്നും കാവ്യയുടെ കണ്ണുകൾ പളുങ്കുപോലെ തിളങ്ങി. അയ്യോ, എന്റെ സാരി എവിടെ? നീലാംബരി ഒരു പിടപ്പോട് ആ റൂമിന്റെ ഓരോ കോണിലും പരതാൻ തുടങ്ങി. അപ്പോഴേക്കും കാവ്യയും കൊണ്ട് ലൂക്കയും ശ്രീയും നിൽക്കുന്ന റൂമിലേക്ക് വന്നിരുന്നു. എന്റെ സാരി കാണുന്നില്ല. ഞാൻ ഈ ബെഡിൽ വെച്ചിരുന്ന സത്യം ഉടുക്കാൻ സാരി കയ്യിലെടുത്തപ്പോഴാ മാധവി ആന്റിയും മകനും ആവണിയൊക്കെ ഇവിടേക്ക് വന്ന്. സാരി തിരയുന്നതിനിടയിൽ നില നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. കാരകേയന്റെ തോക്കിന് മുമ്പിൽ നിൽക്കുമ്പോഴാ മാധവിയുടെ ഉമ്മാക്കിത്തരം. ശ്രീ തലയിൽ കൈവച്ചുകൊണ്ട് ഓർത്തുപോയി. ആ സാരി എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്കിനി ആ സാരിയുടെ ആവശ്യമില്ലെന്നില്ല. ശ്രീ പറയുമ്പോൾ നീലാംബരി ഒന്നും ഞെട്ടിയെങ്കിലും ലൂക്കയും ശ്രീയും കാവ്യയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ലൂക്ക, ഈ സാരി എന്റെ കല്യാണ സാരി ഒരുപോലെയാണല്ലോ അല്ലേ? ലൂക്ക എടുത്തു വെച്ച സാരി കണ്ട് നീലാംബരിക്ക് മൊത്തം സംശയമാണ്. അണ്ടർ സ്കേർട്ടും ബ്ലൗസും മാത്രമിട്ട് തന്റെ മുന്നിൽ വെച്ച് അമ്പലം കൂടാൻ നിൽക്കുന്ന നീലാംബരിയെ ഒന്ന് നോക്കിയ ശേഷം ലൂക്ക പറഞ്ഞു. ഒന്ന് അടങ്ങിയിരിക്കുന്നില്ല. ഇന്നാ നിന്റെ ഈ ബോഡി എന്റെ കൈ കിട്ടിയത്. എത്ര നാളെ ഞാൻ കാത്തിരിക്കുക. നിന്റെ ഈ ശരീരത്തിൽ എന്റെ കഴിവ് ഞാൻ നിറച്ചു വെക്കും, നോക്കിക്കോ. ലൂക്ക, സ്റ്റോപ്പ് ഇന്നില്ല. നിന്നെ അണിയിച്ചൊരിക്കൽ എന്റെ കഴിവ് തെളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഓ ഗോഡ്, അതെന്റെ കല്യാണത്തിന് നോക്കാം. ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒരുക്കുന്നേ? ഒന്ന് അടങ്ങിയിരിക്കേ, യു അഗ്ലി ഗേൾ. അഗ്ലിയോ? ഞാനോ? നീല കണ്ണുമിഴിച്ചു. ഓ, വൃത്തികെട്ട പെണ്ണെന്നാ ഞാൻ ഉദ്ദേശിച്ച്. ഞാൻ എന്ത് പറഞ്ഞാലും നീ വൃത്തികെട്ടേ ചിന്തിക്കാറുള്ളൂ. ഓ, അപ്പൊ ഈ ലൂസി പറയുന്നതിന് കുഴപ്പമില്ല അല്ലേ? ഉണ്ണിയേട്ടന്റെ കൂടെ കൂടിയ പിന്നെ എന്തോ. ഞാൻ അങ്ങനെയാ ലൂക്ക. ലൂക്ക അടുക്കിനെടുത്തു കൊടുത്ത സാരിയുടെ പ്ലീറ്റിൽ പിടിമുറുക്കിയ നില പറഞ്ഞു. വാട്ട്? ജാൻ? അവൻ
സത്യം കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ ലൂക്ക. വാ തുറന്ന മാത്തറിയാ സത്യം. എനിക്കും കൂടി പറഞ്ഞു തരാമോ എന്റെ ഹാൻസം ഹീറോയുടെ വൃത്തികേടുകൾ? സത്യം പറ, അവൻ നിന്നെ വല്ലതും ചെയ്തോ? ഒരു കുസൃതി ചിരിയോടെ ലൂക്ക അവളുടെ ചെവിയിൽ ചോദിച്ചു. ഓ ലൂക്ക, എനിക്ക് നാണം വരുക. നില റെഡിയായോ? റൂമിലേക്ക് കയറിയെന്നോട് ശ്രീ ചോദിച്ചു. നോക്ക് ശ്രീകുട്ടി, ലൂക്ക എന്നെ ചെയ്ത് കാവ്യെ പോലെ അണിയിച്ചൊരുക്കി വെച്ചേക്കുവാ. സിമ്പിൾ മതിയെന്ന് ഞാൻ പറഞ്ഞതാ, കേൾക്കുന്നില്ല. ശ്രീ ഒരു പിടപ്പോടെ നിലയെ നോക്കി. ഒരു നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. ചില്ലി റെഡ് കളർ ഹാൻഡ്ലൂം സിൽക്ക് സാരിയും 22 ക്യാരറ്റ് ഗോൾഡ് ബീഡ്സുകൾ കൊണ്ട് നിർമ്മിച്ച ബ്ലൗസും ആഭരണങ്ങളും അണിഞ്ഞ് ഒരു ദേവതയെ പോലെ നിൽക്കുന്ന നീലാംബരിയുടെ അഴകിൽ മതിമറന്നുപോയി ശ്രീ. മറ്റെന്തോ കാഴ്ച പ്രതീക്ഷിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി വന്ന ആവണിയും മാധവിയും ഈ കാഴ്ച കണ്ടൊന്ന് ഞെട്ടി. ആ നിമിഷം തന്നെ ലൂക്ക പതിയോടൊന്ന് എസ്കേപ്പ് അടിച്ചു. കൊള്ളാം. ഇതിപ്പോ ആരാ പെണ്ണെന്ന് എങ്ങനെ തിരിച്ചറിയാനാ? ഈ പെങ്കുച്ചിനെങ്കിലും ഒരുക്കി ചമക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരുങ്ങാൻ ഇരുന്ന് കൊടുത്തപ്പോ നിന്റെ കണ്ണിൽ എന്തായിരുന്നടി കൊച്ചേ? കണ്ണാടിയല്ലേ മുന്നിലുണ്ട്. നിന്റെ കൂട്ടുകാരി ഒരുങ്ങി നിൽക്കണ കണ്ടപ്പോ നിനക്ക് അവളോട് അസൂയ തോന്നിയോ? അതിനേക്കാൾ കേമിയാവണമെന്നായിരിക്കും നിന്റെ മനസ്സിൽ. എന്റെ മോൾ ആവണി പോലും ഇത്ര സിമ്പിളായിട്ടാ ഇവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ? അപ്പോഴാ വേറൊരു കൂട്ടുകാരിയായി നീ. മാധവി കിട്ടിയ അവസരത്തിന് നീലാംബരിയെ കുത്തി കുത്തി ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പോഴാണ് കാവ്യ അവിടേക്ക് വന്ന് ആ കാഴ്ച കാണുന്നത്. നീല, എന്തൊരു ഭംഗിയായി നിന്നെ കാണാൻ. ജ്വല്ലറി പരസ്യം പോലെ അല്ലേ ശ്രീയമ്മ? എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് നീലാംബരിയോട് തനിച്ചൊന്ന് സംസാരിക്കണം. അതീവ ഗൗരവത്തോടെ ശ്രീ പറയുമ്പോൾ മാധവിയുടെയും ആവണിയുടെയും മുഖം ചുളിഞ്ഞു. ലൂക്കയും കാവ്യയും പുറത്തുള്ള മുറിയിലേക്ക് പോയതും അവരുടെ പുറകെ തന്നെ ആവണിയും മാധവിയും പുറത്തേക്ക് പോയി. എന്താ മമ്മി ഇത്? നമ്മൾ എന്ത് ചെയ്തിട്ട് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ലല്ലോ. ആദ്യമായിട്ട് വല്ലതും പറഞ്ഞായിരുന്നോ? ആദ്യം പറയും നീ കല്യാണം നടക്കട്ടെ എന്നാ. പിന്നെ എല്ലാവരും ഓരോ തിരക്കിലാവും. അപ്പൊ ആ സത്ത് പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടും. ഈ കാവ്യ തന്തയും തള്ളയൊക്കെ ചത്തൊരു അനാഥ പെണ്ണല്ലേ. കല്യാണം കഴിഞ്ഞാൽ ഗൃഹപ്രവേശം കഴിഞ്ഞുടൻ ഏതോ കോൺവെന്റിലോ ശേഷം റിസോർട്ടിലേക്കോ മറ്റോ പോകും നമ്മളെല്ലാവരും. ആ നീലാംബരിയുടെ അമ്മയുടെ കാലൊടിഞ്ഞു പോരും. അതുകൊണ്ട് ആ പെണ്ണ് കല്യാണം കഴിഞ്ഞുടൻ തിരികെ പോകും. അപ്പൊ പിന്നെ അവളുടെ കാര്യം ആദ്യം നോക്കിക്കോളും. അതാവും അവന്റെ മനസ്സിൽ. ഓ, അപ്പൊ ഞാനൊഴിച്ച എണ്ണയുടെ പണം കിട്ടിയത് അവളുടെ തള്ളക്കാണ്. കൊള്ളാം. അപ്പൊ തള്ളയുടെ കാലം നേരെയാകുന്നവരെ നീലാംബരിയുടെ കെട്ടിടക്കില്ല. നന്നായി. ആ ഒരു മാസം കൊണ്ട് അവളുടെ കാര്യത്തിൽ തീരുമാനമാക്കണം. വല്ലതും നടക്കുമോ മമ്മി? അതോ ഇനി ചേട്ടനെ നുള്ളിപ്പെറുക്കാൻ ആരെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്യണോ? ആവണിയുടെ ചോദ്യം കേട്ട് മാധവി മുഖം കടുപ്പിച്ചു. എന്റെ മോനെ പറ്റി നീ എന്താടി കരുതിയിരിക്കുന്നേ? അവനെ അറിയില്ല നിനക്ക്. നിന്റെ ജാനിവിടെ കോട്ടും സൂട്ടിട്ട് കറങ്ങണ കസേരയിൽ AC റൂമിൽ വിയർക്കാതെ ഇരിക്കും പോലെ അല്ല എന്റെ ആദി. അവന്റെ ഒരു ഇടിക്കില്ലവന്മാരൊക്കെ. എന്തടി ഉണ്ടായാലും എന്റെ ജാന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ജാനൊന്നും ശീലമുണ്ടാവില്ല. ഏട്ടനോടൊന്ന് പറയണ മമ്മി. ആവണി കൊഞ്ചിക്കൊണ്ട് മാധവിയോട് പറഞ്ഞു. എന്താവോ എന്തോ. ആവണിക്കും തള്ളക്കും ചെക്കനെ അങ്ങോട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ പിന്നെ അതൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഏത് അത്? മോളെ, ഞാനൊരു കാര്യം പറഞ്ഞ മോള് കേൾക്കുവോ? എന്താ ശ്രീയമ്മ? എന്താ? തെല്ലരതിശയത്തോടെ നില സ്ത്രീയെ നോക്കി. മോളി മുറി വിട്ട് പുറത്തിറങ്ങരുത്. പെട്ടെന്ന് തന്നെ സ്ത്രീ അങ്ങനെ പറഞ്ഞു. നിലാകെ വല്ലാതായി. അയ്യോ, അതെന്താ? ഞാനിങ്ങനെയൊക്കെ ഒരുങ്ങി നിന്നിട്ടാണോ? ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റാം ശ്രീയമ്മ. ലൂക്ക് ഒപ്പിച്ച പണിയായതൊക്കെ. അതല്ലടാ, പുറത്ത് ആ കാലുകേയം വന്നിട്ടുണ്ട്. ശ്രീ മുഖവരെയൊന്നും കാട്ടിയില്ല. എടുത്തടിച്ച പോലെ അങ്ങ് പറഞ്ഞു. ആരാ? അയ്യോ! നില നെഞ്ചിൽ കൈവച്ച് നിലവിളിച്ചു പോയി. ഒച്ച വെക്കല്ലേ, ഞാനൊന്ന് പറയട്ടെ. മോൾ ടെൻഷൻ ആവണ്ട. കാവ്യയുടെയും കിരണിന്റെയും വിവാഹം കഴിയും വരെ മോൾ ഇവിടെ ഒന്ന് ഇരിക്കാമോ? ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി പ്ലീസ്. ശ്രീ നീലാംബരിയോട് ഇന്നലെ മുതലുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. നീലാംബരിക്ക് ആകെ സങ്കടവും അതിലുപരി ഭയവും ഉണ്ടായി. കിരണേട്ടനെയും കാവ്യയുടെയും വിവാഹം കാണാൻ കഴിയില്ല എന്നുള്ളത് ഒരു വശത്ത്, മറുവശത്ത് കാവ്യക്കോ കിരണിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയവും. നില, ഞാൻ ലൂക്കി ഇവിടേക്ക് പറഞ്ഞേക്കാം. അപ്പം മാത്രമേ മോള് പുറത്തേക്ക് വരാൻ പാടുള്ളൂ. അപ്പോഴേക്ക് ആ കാവ്യയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കും. എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയ പിന്നെ എന്താ ഉണ്ടാകുന്ന എനിക്കറിയില്ല. പക്ഷേ ഈ ശ്രീപാർവതി ആരുടെ ഭീഷണിയിൽ വീണുപോകുന്നൊരു അമ്മയല്ല നില. ശ്രീയമ്മ അവളവരെ കെട്ടിപ്പിടിച്ചു. കരയില്ലേടാ, എനിക്ക് 2 മക്കളല്ല, 2 ആണും 2 പെണ്ണും. എല്ലായിടത്തും ഓടി അത്രയും അമ്മയ്ക്ക്. അമ്മ പറയുന്നു കേൾക്കുമോ മോള്? അവളൊന്ന് മൂളി. അപ്പൊ ഈ റൂമിൽ മിണ്ടാതിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ ലൂക്ക വന്ന് വിളിക്കും മാത്രം കൂടെ വന്നേക്കണം. അല്ലാതെ ആര് വന്ന് വിളിച്ചാലും കഥക് തുറക്കരുത്. ഓക്കെ അല്ലേ? പേടിയാവുന്നു ശ്രീയമ്മ. ഏയ് ഒന്നുമില്ലടാ. ശ്രീയമ്മയല്ലേ എൻ്റെ മോൾക്ക്? മോൾ ഈ ശ്രീയമ്മയെ വിശ്വസിക്കണം. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് എന്നോട് ക്ഷമിക്കണം. അവളെ ചെറിയിലേക്ക് പിടിച്ചിരുത്തി മുഖം തന്നെ മാറോട് അണച്ചു പിടിച്ചുകൊണ്ട് മനസ്സിലായി പറഞ്ഞു ശ്രീ. ഉണ്ണിയണ്ണി കിരണേട്ടൻ എവിടെയാ? നില ആദിയോട് ചോദിച്ചു. അവരിവിടേക്ക് ഇപ്പം എത്തും. 15 മിനിറ്റ് കഴിഞ്ഞാൽ മുഹൂർത്തം തുടങ്ങും. അത് കഴിഞ്ഞാൽ താലികെട്ട്. ശ്രീയമ്മ പോട്ടെ. കലങ്ങിയ കണ്ണുകളോടെ ശ്രീ പോകുന്നവൾ നോക്കിയിരുന്നു. വാതിലടച്ച് കുറ്റിയിടാൻ ശ്രീ ഒരിക്കൽ കൂടി ആംഗ്യം കാട്ടിയതും നില വേഗം പോയി വാതിലടച്ച് കുറ്റിയിട്ടു. ഹാളിലെ മെയിൻ ഡോർ വഴി അകത്തേക്ക് വന്ന് കിരണും ജാനും. ചന്ദന കളർ ഷർട്ടും കസവും മുണ്ടുമായിരുന്നു കിരണിന്റെ വേഷമെങ്കിൽ ഒരു റെഡ് കളർ ഷർട്ടും ചുവപ്പും ഗോൾഡും നിറത്തിൽ കരയുള്ള കസവും മുണ്ടുമായിരുന്നു ജാന്റെ വേഷം.
മേനോൻസിന്റെ 2 അവകാശികൾ നടന്നു പോകുന്നു പലവിധ ഭാഗങ്ങളിൽ നോക്കിക്കണ്ട് ഹാളിലിരുന്ന ഓരോരുത്തരും. മാധവിക്ക് ആവണിക്കൊപ്പം നിന്ന ആദിത്യന്റെ കണ്ണുകൾ ജാന്റെ മേൽ തറഞ്ഞു. അവന്റെ ചുണ്ടിൽ വന്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ അങ്കിൾ, ഓയ് സുഖല്ലേ? മോളെ ഞാൻ തിരക്കിന്ന് പറയണം. എന്താ നീ ആള് കൊണ്ടുവരാത്ത? കഷ്ടമുണ്ട് കേട്ടോ. ആളാ സുഖല്ലേ? എന്റെ കല്യാണത്തിന് വരണം കേട്ടോ. ഓ സോറി, ഇന്നാണല്ലോ അത് വന്നല്ലേ? കിരൺ ഓരോരുത്തരെയും നോക്കി വായിൽ തോന്ന് വിളിച്ചു പോവുകയാണ്. പുറകെ ഫോണിൽ തോണ്ടി നടന്നു വന്ന ജാൻ കിരണിന്റെ കൈ പിടിച്ചിരിച്ചു. മിണ്ടാതെ നടക്കണം പോയി. ആ വീട്ടിടെ പന്നി, വലുതേ കൊണ്ട് ഒരുപാട് ഉപയോഗമുള്ള ചോറുന്നാ മാത്രമല്ല. അതിന് ജാൻ അവനെ തുറിച്ചു നോക്കി. മണ്ഡപത്തിൽ കയറി നിന്ന ശേഷം ഇരുവരും അവിടെ ഒരു വശത്തായിട്ടിരിക്കുന്ന കസേരകളിൽ സ്ഥാനം പിടിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ കിരണിന്റെ ജാന്റെ നേർക്ക് മാത്രമായിരുന്നു. അവന്റെ ആ ഭാവവും നാടൻ ലുക്കുമെല്ലാം പല തന്തമാരുടെയും പെൺകുട്ടികളുടെയും മനസ്സിൽ ലഡുപൊട്ടിച്ചു. ഇവനെ മരുമകനായി കിട്ടിയിരുന്നെങ്കിൽ, ഇവനെ കെട്ടാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ കിരണിനെ നോക്കിയിട്ട് ഇനി കാര്യമില്ല. ചെക്കന്റെ കല്യാണം കഴിയാൻ പോവല്ലേ, അല്ലാതെ അവനെ കാണാൻ കൊള്ളില്ലെന്നൊന്നുമല്ല. കിരൺ നമ്മുടെ മുത്തല്ലേ. പക്ഷെ മറ്റവൻ ജാൻ, അവനൊന്നൊന്നര മുതലല്ലേ. കാലിയുടെ കണ്ണുകൾ ഒരുവിൽ തറഞ്ഞു നിന്നു. ആയിരിക്കുന്നവന്റെ ശാന്തമായ ഭാവത്തിന് പുറകിലെ വന്യത ഒരിക്കൽ താൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. കാലി സ്വയം തന്റെ വലതു കൈയിലേക്ക് നോക്കി. വെടിയേറ്റ് വികൃതമായി കൈപ്പത്തി ഗ്ലാസ് ധരിച്ച് മറച്ചു പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ജാന്റെ ശരീരത്തിലൂടെ വെടിയുണ്ടകൾ പായുന്നു, ആ ശരീരം വികൃതമാകുന്നു അയാൾ മനസ്സിൽ കണ്ടു. വാദ്യമേളങ്ങൾ തുടങ്ങി. ആശീർവാദങ്ങളോടെ സദസ്സിനെ വണങ്ങി വലിയ മണ്ഡപത്തിലേക്ക് കിരൺ കയറിയിരുന്നു. താലമേന്തിയ കുട്ടികൾ കാവ്യ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നിമിഷം ഹാളിൽ നിന്ന് ചില ജീവികളുടെ കണ്ണ് നിലത്തി വീണുപോയി. ഡാലിയും കീർത്തനയും അമരയും നാവിറങ്ങി തരിച്ചിരുന്നു പോയി. വിക്രം മൂവരെയും നോക്കി. ആ ജീവനുണ്ട്. ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ശ്രീയുടെ ഫോണിലേക്ക് ആ നമ്പറിൽ നിന്നും ഒരു കോൾ കൂടി വന്നു. ആ കോൾ കട്ട് ചെയ്തുകൊണ്ട് ശ്രീ മണ്ഡപത്തിന് മുമ്പിൽ വന്നിരുന്നുകൊണ്ട് എല്ലാവരെയും വണങ്ങി. അപ്പോഴേക്ക് ഒരു പയ്യൻ ശ്രീയുടെ കയ്യിലേക്ക് ഒരു വയർലെസ് മൈക്ക് കൊണ്ടുവന്നതിന് ശേഷം ഓടി മാറി. ശ്രീ കയ്യിൽ കെട്ടിയിരിക്കുന്ന തന്റെ വാസിലേക്ക് നോക്കി. സമയമുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ശിവനാഥ് മേനോൻ. എല്ലാവർക്കും അറിയാമെന്നറിയാം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ കുട്ടികളെ അനുഗ്രഹിക്കാത്തിയ ഓരോരുത്തരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ശ്രീയുടെ ഈ പുറപ്പാട് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവാതെ മാൻഷനിലെ അംഗങ്ങൾ ഓരോരുത്തരും മണ്ഡപത്തിന് ചുറ്റും നിന്ന് മുഖത്തോട് മുഖം നോക്കി. ശിവ, നിന്റെ പെണ്ണും പിള്ള എന്തിനുള്ള പുറപ്പാടാ? ഇനി അവൾക്ക് നിന്നെ വേണ്ടെന്നോ മറ്റോ പറയാൻ പോവാണോ? കനക ശിവനാഥ് മേനോന്റെ കാതിൽ പതിയെ ചോദിച്ചു. ഏയ് അതാവില്ല. അവിടെ അച്ഛനെ വേറെ കെട്ടിക്കാനാവും. പഴയ ഭാര്യയ്ക്ക് ഒത്തിരി പ്രായമായില്ലേ? ശിവനാഥ് മേനോൻ രഹസ്യം പറയുമ്പോൾ തന്നെ തിരികെ പറയുമ്പോൾ കനക മുഖം വെട്ടിച്ചു. അല്ല പിന്നെ, കിന്നാരം ചോദിക്കാൻ കണ്ട സമയം. എന്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പരിചയപ്പെടണ്ടേ? പെൺകുട്ടി ആ കാവ്യ, ഇവിടേക്ക് വന്നേ. ശ്രീ കാവ്യ അടുത്ത് ക്ഷണിച്ചു. കാവ്യ ശ്രീക്ക് അടുത്തേക്ക് വന്ന നിമിഷം ശ്രീ അവളുടെ കയ്യിൽ പതിയെ പിടിച്ചു. ഗൺ പോയിന്റില്ല, എന്നെ കൂടി പേടിപ്പിക്കരുത് പ്ലീസ്. കാവ്യയുടെ വിറയിൽ കൈവളയിൽ അറിഞ്ഞ നിമിഷം ശ്രീ അവളോട് പതിയെ പറഞ്ഞു. ശ്രീയമ്മ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എവിടെ അവൻ ആ കാരി? കാണുന്നില്ലല്ലോ. ആൾക്കൂട്ടത്തിൽ എവിടെയോ ഇരുന്ന് നമുക്ക് നേരെ തോക്ക് ചൂണ്ടുവാ. സബാഷ്, അമ്മായി അമ്മയായാലും ഇങ്ങനെ തന്നെ വേണം. ഒരു ദിവസം, ഒരേ ഒരു ദിവസം എന്നെ എൻ്റെ കിരണിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പോരായിരുന്നു ആ കാറിന്റെ തോക്കിന് മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവരുത്തുന്ന എൻ്റെ ശ്രീ. കാവ്യ വിറച്ചുകൊണ്ട് ശ്രീയുടെ ചെവിയിൽ പറഞ്ഞു. അയ്യടി, അപ്പൊ അവൻ എന്നെ കൊല്ലട്ടേന്നോ? എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതാ ഒരു കമ്പനിക്ക് നിന്നെ വിളിച്ച്. എന്നാൽ അകത്തൊരുത്തിയുണ്ടല്ലോ, അവളിങ്ങോട്ട് കെട്ടിടിപ്പിച്ചുകൂടെ? അവളല്ലേ ശരിക്കും ടാർഗറ്റ്. വിളിക്കാം, അവളെയും വിളിക്കാം. എന്റെ മുത്തിപ്പം മിണ്ടാ നിൽക്ക് പ്ലീസ്. ശ്രീ കാവ്യെ നോക്കി നല്ലോണം ചിരിച്ചു. കാവ്യം തിരിച്ച് നല്ലൊരു ഇളി പാസ്സാക്കി. ഓ സോറി, ഞാൻ എൻ്റെ ഡോക്ടറിനോട് കുറച്ചു നേരം സംസാരിച്ചു പോയി. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയ സർപ്രൈസാണ്. ആക്ച്വലി ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഒരു വിവാഹമല്ല, 2 വിവാഹമാണ്. എൻ്റെ 2 ആൺമക്കളുടെയും വിവാഹം. കിരൺനാഥ് മേനോൻ ആൻഡ് ജയ് ശിവനാഥ് മേനോൻ. അപ്പോൾ ഉണ്ണിക്ക് ജാന്റെ വധു ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും അല്ലേ? ആൾക്കൂട്ടിൽ തിരുന്ന കാലിയുടെ കണ്ണുകളൊന്ന് കൂർത്തു. ഒരു ചിരി മിന്നി മറഞ്ഞു ആ ചുടികളിൽ. അപ്പൊ താൻ പറഞ്ഞ ശ്രീ പാർവതി അനുസരിക്കും. ശ്വാസം പിടിച്ച എല്ലാവരും ശ്രീയെ നോക്കിയിരുന്നു. ലൂക്ക, ശ്രീ ലൂക്കയെ വിളിച്ചതും ഒരു ചിരിയോടെ ലൂക്ക അകത്തേക്ക് പോയി. എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ അവിടേക്ക് പാഞ്ഞു. കനക ശിവനാഥ് മേനോൻ ഒരിക്കൽ കൂടിയെ നോക്കി. ഇത് ഞാനറിഞ്ഞില്ല സത്യം. അതിന് കനകമൊന്ന് ഇരുത്തി മൂളി. ശ്രീനിവാസനും ജയന്ദ്രനും ഒന്നും മനസ്സിലാവാൻ നിന്നു. നിർമ്മലാമ്മ അപ്പോഴും വല്ലാത്തൊരവസ്ഥയിലാണ്. അവരുടെ മനസ്സിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നീലാംബരിയുടെ തറവാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന രഹസ്യങ്ങളായിരുന്നു. ലൂക്കയുടെ കൂടെ വരച്ച് നടന്ന ഒരു നീലാംബരിയെ കാണെ ഹാളിലിരിക്കുന്നവരുടെ മുഖത്ത് പല ഭാവങ്ങൾ മിന്നിമറഞ്ഞു. കീർത്തനക്കൊന്ന് ബോധം കെട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആവണി മാധവിയെ മുറുകെ പിടിച്ചു. വല്ലാത്ത ചെയ്ത്തായി പോയി. തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞ സാരിക്ക് പകരം നീലാംബരി എടുത്ത് എറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ഓർത്തുപോയി അവൾ. ജാൻ അപ്പോഴാണ് ഫോണിൽ നിന്നൊന്ന് മുഖമുയർത്തിയത്. അപ്സരസ് തോൽക്കും വിധത്തിൽ നിൽക്കുന്ന തന്റെ പെണ്ണ്. അവന്റെ ചുണ്ടിൽ ഒരു ചിരി മുട്ടിട്ടു.
നീലാംബരി മണ്ഡപത്തിനടുത്തേക്ക് വന്നു. ശ്രീ അവളെ തന്റെ അടുത്തേക്ക് പിടിച്ചു നിർത്തി. നീല, നീ പെട്ട്, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. കിരണേ, രക്ഷിക്കടാ. കാവ്യ പിറുവിറുക്കും പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. ശ്രീ വീണ്ടും പറഞ്ഞു തുടങ്ങി. അപ്പോ ഇതാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നീലാംബരി. ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. മുഹൂർത്താവാറായി. ഞങ്ങളുടെ 2 മക്കളുടെ ഈ വിവാഹം ഒരേ മണ്ഡപത്തിൽ ഒരേ മുഹൂർത്തത്തിൽ, അതും ഞാൻ തന്നെ അവർക്കായി കണ്ടുപിടിച്ച പെൺകുട്ടികളായിട്ട് നടത്താൻ പോവുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. അത് കാലിക്കിട്ടൊരു കുത്തായിരുന്നു. ഇത്തവണ ഞെട്ടി പണ്ടാരമടങ്ങിയ നീലാംബരിയാണ്. പ്ലീസ്, തല കറങ്ങി വീഴരുത്. ഇത് നിനക്കുള്ള സർപ്രൈസ് അല്ല, നിന്റെ കാരൻ ആ കാലിക്കുള്ള സർപ്രൈസാ. ശ്രീ പതിയെ നിലയോട് പറഞ്ഞു. അതീവ ദേഷ്യത്തോടെ വിറച്ചുകൊണ്ട് കാലി തന്റെ അരികിൽ കരുതിയ തോക്ക് കയ്യിലെടുത്ത നിമിഷം തന്നെ ഒരു മിനിയേച്ചറൈസ്ഡ് റിഫ്ലെക്സ് സൈറ്റ് റെഡ് ഡോട്ട് അയാളുടെ കണ്ണിൽ പതിച്ചു. കാത്തിരിക്കാം അത്യന്തം ആകാംക്ഷ നിറഞ്ഞ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഡോണ്ട് മിസ് ഇറ്റ്. നീലാംബരി.